ഹായ്. അപ്പോൾ ഗ്രീഷ്മക്ക് തൂക്കുകയറ് കൊടുത്തപ്പോൾ, തൂക്കുകയറ് വിധിച്ചപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. നല്ലോണം സന്തോഷിക്കുന്ന കൂട്ടത്തിലൊരാളാണ് ഞാനും. പക്ഷേ സത്യാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 വർഷം മുമ്പാണ് കേരളത്തിലൊരു വധശിക്ഷ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം വധശിക്ഷകൾ പലതും വിധിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചിട്ടും പക്ഷേ പുള്ളി നൈസായിട്ട് ഇതിൽ നിന്ന് ഊരി വന്നു. ഇപ്പോൾ ജയിലിൽ തന്നെ ഉണ്ടെങ്കിലോ ജീവപര്യന്തം ബാക്കി എന്തോ കുറച്ച് പുള്ളി ഊരി വന്നു. അപ്പോൾ ഇവൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഹൈക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതി തെളിയാൽ രാഷ്ട്രപതിയിലേക്ക് പോകാം. അങ്ങനെ കുറേ കാലങ്ങൾ താമസിക്കും ഇതിനെന്തായാലും. അപ്പം ഇത്രയും ഓപ്ഷൻസ് ഇവിടെ മുന്നിലുണ്ടെങ്കിൽ തന്നെയും അത് നടപ്പിലാക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീപക്ഷപാതികളായ കുറേ ടീമുകളുണ്ടായിരുന്നു ഇവിടെ. ആരെയും വില കുറച്ച് കാണുന്നതല്ല. പാർവതി തിരുവോത്ത്, ഗീതു മോഹൻദാസ്, റീമ കല്ലിങ്കൽ, ഇവരൊക്കെ ഈ ഒരു വിധിയെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ അനുകൂലിച്ചുകൊണ്ടോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. പിന്നെ ഇവളൊരു പെണ്ണല്ലേ, ഇവളും ജീവിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അവളും ജീവിച്ചോട്ടെ, പക്ഷെ മണ്ണിനടി മതി. ശുഭദിനം.